ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. അതായത് 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ. അത് 12 രാശികളായിട്ട്, ഒരു രാശിയിൽ 2.25 നക്ഷത്രം വീതം ഉള്ള 12 രാശികളായിട്ട് തിരിച്ച് ആണ് ഫലം പറയുന്നത്. ഈ ആഴ്ചത്തെ പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതായത് 2026 മാർച്ച് മാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1201 മീനമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഈ ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി, അതായത് മീനമാസം 1-ാം തീയതി മാർച്ച് മാസം 15-ാം തീയതി കോട്ടയത്ത് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റം. തിരുവുത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യും. മാർച്ച് മാസം 16-ാം തീയതിയാണ് പ്രദോഷം. മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും പ്രദോഷവ്രതം എടുക്കുന്നതുമൊക്കെ വളരെയധികം ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതുമാണ്. മാർച്ച് മാസം 18-ാം തീയതിയാണ് അമാവാസി വ്രതം എടുക്കുന്നതും അതുപോലെ തന്നെ വ്രതം എടുക്കുന്നതോടൊപ്പം പിതൃദേവാരികളെ പൂജിക്കുകയും ബലിതർപ്പണാദികൾ അർപ്പിക്കുകയും ഗായത്രി മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതും മുൻജന്മത്തിലെയും ഈ ജന്മത്തിലെയും ദോഷങ്ങളൊക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുവാനായിട്ട് എല്ലാ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. മാർച്ച് മാസം 22-ാം തീയതി, അതായത് വരുന്ന ഞായറാഴ്ച, മീനഭരണിയാണ്. മണർകാട് ദേവീക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ വിവിധങ്ങളായ നിരവധി ദേവീക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. അന്നേ ദിവസം മണർകാട് ശ്രീ മണർകാട്ടമ്മയുടെ പിറന്നാൾ കൂടിയാണ്. എല്ലാവരെയും മണർകാട് ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് മീനഭരണി ദിവസം സ്വാഗതം ചെയ്തുകൊള്ളും. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഐശ്വര്യപ്രദമായ ഒരു ആഴ്ചയാണ്. രാശ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ചും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ടും വളരെയധികം നല്ല ഒരു ആഴ്ച. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചെയ്യും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയത്തിനായിട്ട് അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കേണ്ടതാണ്. കുടുംബത്ത് പൊതുവെ സന്തോഷവും സമാധാനവുമുള്ള ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും ജ്യോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഈ ഇടവം രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവുമുള്ള ഈ ആഴ്ച എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരുവാനുള്ള യോഗവും ദൈവാധീനമുണ്ട്. പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും പുതിയ മാർഗങ്ങൾ വിജയത്തിനായിട്ട് കണ്ടെത്താൻ സാധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ പുരോഗതിയും വന്നു ചേരും. എന്നിരുന്നാലും കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. തൊഴിലിടത്തായാലും സഹപ്രവർത്തകരുമായിട്ട് നിസ്സഹകരണം ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം അനിവാര്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും യോഗമുള്ള ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ്.
ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും അഭിവൃദ്ധിയും പ്രസിദ്ധിയും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു ആഴ്ച. കുടുംബത്തെ സന്തോഷവും സമാധാനവുമുള്ള ആഴ്ച. വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു ആഴ്ച. അതിനൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എല്ലാം പൂർത്തിയായി എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ആഴ്ച നല്ലതാണ്. ഗൃഹസംബന്ധമായ അല്ലെങ്കിൽ വാഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തൊഴിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാനായിട്ട് കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്തേച്ച് അപ്പോയിൻമെൻ്റ് ഓർഡറിന് കാത്തിരിക്കുന്നവർ, അല്ല ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുഗ്രഹീതമായ ഒരു ആഴ്ചയാണ്. സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്കും പൊതുവെ ഐശ്വര്യവും വിജയങ്ങളും ഒക്കെ വന്നിച്ച്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ധന ആഗമന യോഗമുള്ള ഒരു ആഴ്ചയാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് അതീവ ജാഗ്രത ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കുടുംബത്ത് പൊതുവെ സമാധാനവും സന്തോഷവുമുള്ള ഒരു ആഴ്ച. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ പുരോഗതികളും സമാധാനവും സന്തോഷവുമൊക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. നല്ല അനുഗ്രഹങ്ങളൊക്കെ ഭാഗ്യങ്ങളൊക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 11-ാമടത്ത് വ്യാഴം നിൽക്കുന്നു. വളരെ ഐശ്വര്യവും ദൈവാധീനവും ഒക്കെ ഉണ്ട്. എങ്കിലും രാശിയിൽ കേതു നിൽക്കുന്നതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുക, ദമ്പതികളായിട്ടുള്ളവർക്ക് അനൈക്യതകൾ ഉണ്ടാകുക, കോടതി കയറേണ്ടി വരിക, പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരിക, അങ്ങനെയൊക്കെ പല തരത്തിലും ദേഷ്യമൊക്കെ വർദ്ധിച്ച് കുടുംബ അന്തരീക്ഷം കലുഷിതമാകുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. ഈ സമയം ഒന്ന് കടന്നു പോയാൽ സർവ്വ ഐശ്വര്യങ്ങളും വരുന്ന സമയം വരികയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും ജോലി കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട്. തൊഴിൽ പുരോഗതിയൊക്കെ വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുള്ള ഒരു ആഴ്ചയാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും ഉത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഉഷ്ണസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളും ധാരാളം പാനീയങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. അധ്വാനത്തിനനുസരിച്ച് വേതനം ലഭിച്ചില്ല എന്നുള്ള ഒരു മനക്ലേശമുണ്ടാകാം. വാക്ക് പാലിക്കാൻ പറ്റാതെ വരാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമാകാം. നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയുമില്ല, കൊടുക്കാനുള്ളവർ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാമ്പത്തിക രംഗത്തും അല്ലാതെയും ഒക്കെ വാക്ക് പറയുന്ന കാര്യങ്ങൾക്ക് അത് പാലിക്കാൻ പറ്റാതെ വന്ന് വിഷമിക്കുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതും വാക്ക് പറയുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില മാനസിക ക്ലേശങ്ങളും സംഘർഷങ്ങളും മനസ്സ് നെഗറ്റീവായി ചിന്തിക്കുവാനൊക്കെ സൂചനയുള്ളതിനാൽ അതൊക്കെ ഒഴിവാക്കുക. കഴിവതും ഈശ്വര നാമ ജപമൊക്കെ ആവശ്യമാണ്. ക്ഷമയൊക്കെ ആവശ്യമാണ്. വിട്ടുവീഴ്ചയോടുകൂടി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഉത്തമ വാഹനയോഗമോ ഉത്തമ ഗൃഹയോഗമോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം മോടി പിടിപ്പിക്കുന്നതിനുമൊക്കെ നല്ല ഒരു അവസരങ്ങൾ ഉള്ള സമയവുമാണ് ഈ ആഴ്ച. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ജ്യോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും ദൈവാധീനവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. അതായത് പൂർണ്ണമായ ദൈവാധീനമുള്ളതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. എഴുത്തുകാരായിരിക്കുന്നവർ, ചിത്രരചനയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, കലാകാരന്മാർക്ക് ഇവർക്കൊക്കെ നല്ലതാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം നാട് വിട്ടുമൊക്കെ പല വിധത്തിലുള്ള കലാരംഗവുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. അത് കമ്പ്യൂട്ടറിലായാലും സ്റ്റേജ്
പ്രോഗ്രാം ആയാലും സിനിമയുമായി ബന്ധപ്പെട്ടും ഒക്കെ വളരെ നല്ലതാണ്. വായന സംബന്ധമായ കാര്യങ്ങൾക്കും വളരെ അഭിവൃദ്ധികരമാണ്. അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങളൊക്കെ ഉണ്ടാകുവാൻ യോഗമുണ്ട്. കുടുംബത്തെ പൊതുവെ സമാധാനപൂർണ്ണമായി. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനും മാന അപമാനങ്ങളൊക്കെ ആ രീതിയിൽ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുക. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. മനസ്സ് നെഗറ്റീവ് ആകാതെ വളരെ ശ്രദ്ധിക്കണം. മനോബലം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ അതീവ ജാഗ്രത ആവശ്യമാണ്. രാശിയാധിപൻ്റെ സ്ഥിതി അനുസരിച്ചുകൊണ്ടും വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി അനുസരിച്ചുകൊണ്ടും ദൈവാധീനം കുറഞ്ഞിരിക്കുന്നതിനാൽ അതീവ ജാഗ്രത ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ആവശ്യമാണ്. സംസാര രംഗത്തിലായാലും പ്രവൃത്തി രംഗത്തായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഓഫീസിലായാലും ഒക്കെ സാഹസികമായ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക. തീരുമാനങ്ങൾക്ക് എന്താണ് സാഹസികത എന്ന് ചോദിക്കാം. പക്ഷേ ഒരു പ്രവൃത്തികരമായ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമെടുക്കുമ്പോൾ സാഹസികത പാടില്ല. വളരെ ആലോചിച്ചതിന് ശേഷം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. അതായത് അധിക കടം വാങ്ങുക, വലിയ കടങ്ങൾ കൊടുക്കുക, ധനകാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റ് സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പോലീസുകാർ, മിലിറ്ററിക്കാർ, സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ശ്രദ്ധ അങ്ങേയറ്റം അനിവാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കുന്നവർ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അശ്രദ്ധയായിട്ട് ഫോണിലൊക്കെ നോക്കി ചെയ്യാൻ പാടില്ല. അതീവ ജാഗ്രത വേണം. അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ അനുകൂലം. തൊഴിൽ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ സൂചനയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. അത് ശ്രേയസ്സും യശസ്സും ഒക്കെ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായിക്കുന്നതിനും നല്ല രീതിയിലേക്ക് ജീവിതം കരുവ് പിടിപ്പിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അത് ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുവാനായിട്ട് പരിശ്രമിക്കുന്നതിനും അങ്ങനെ പുതിയ ജോലിക്കായിട്ട് ഒക്കെ അന്വേഷിച്ച് സ്വന്തം നാട് വിട്ടു പോകുന്നതിനും ഒക്കെ വളരെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. അതായത് ഗൃഹ സംബന്ധമായ കാര്യങ്ങൾക്കും വാഹന സംബന്ധമായ കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. തൊഴിൽ രംഗത്ത് ഒരു പ്രൊമോഷൻ വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. ശമ്പള വർധന ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും വിവാഹം വന്ന് വാക്കാകാനൊക്കെ വളരെ അനുകൂലമാണ്. നല്ല ദൈവാനുകൂല്യം. അതായത് ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ആ ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ബന്ധമൊക്കെ ഉണ്ട്. അങ്ങനെ മംഗല്യത്തിനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ജാഗ്രത ആവശ്യമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും ഒക്കെ വന്നു ചേരും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാഹസികത പാടില്ല. ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും വിക്രമ സ്ഥാനമായ ഭാവത്തിൽ അവിടെ ആദിത്യൻ എന്ന് പറയുന്ന ആഗ്നേയ ഗ്രഹം ശനിയോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ പലതരത്തിലുള്ള വിക്ഷോഭങ്ങൾ ഉണ്ടാകുകയും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുകയും സാഹസികമായ കാര്യങ്ങളും ദുർവിചാരങ്ങളും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാക്കിൻ്റെ സ്ഥാനത്ത് ചൊവ്വ സ്ഥിതി ചെയ്യുന്നതിനാൽ വാക്കുകൾ ചിലപ്പോൾ കടുത്ത വാക്കുകളൊക്കെ പ്രയോഗിച്ചു എന്ന് വരാം. അത് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുകയും മനസ്സിലിട്ട് നടക്കാതെ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. അങ്ങേയറ്റം അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരും. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുന്നതിനും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഒക്കെ ഉണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക്
ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അതീവ ജാഗ്രതയും അങ്ങേയറ്റത്തെ ശ്രദ്ധയും, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിലായാലും അസമയത്ത് യാത്ര ചെയ്യുന്ന കാര്യത്തിലായാലും പൊക്കത്തിലൊക്കെ കയറുക, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, മൂർച്ചയുള്ള അല്ലെങ്കിൽ മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നതും, അതുപോലെ തന്നെ മിഷണറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, യുവാക്കൾ, മധ്യവയസ്കരൊക്കെ ആയിട്ടുള്ളവർ, മിഷണറി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർ, പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത്, റിപ്പയറിംഗ് പണികളിലൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കേടാവും. അതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ശരിയാകുമോ നോക്കാം എന്ന് ഓൺ ചെയ്തൊക്കെ ഇട്ട് നോക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക. വളരെ ജാഗ്രത അനിവാര്യമാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അലക്ഷ്യമായിട്ട് വാഹനം കൈകാര്യം ചെയ്യാൻ പാടില്ല. അസമയത്തെ യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതുമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാവിജയങ്ങളൊക്കെ ഉണ്ടാകും. വിവേകബുദ്ധിയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും വളരെ അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പല വിധത്തിലുള്ള മാനസിക ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരുന്നതിനും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുന്നതിനും യോഗം. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു നല്ല ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. തൊഴിൽ പുരോഗതികളുണ്ടാകും. അത് പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് പുതിയ ജോലിക്ക് പ്രവേശിക്കുവാനൊക്കെ സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ഒക്കെ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്നതിനും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും സാമൂഹിക സന്നദ്ധ സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. അത് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടവർ, അധിക കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, തൊഴിൽ തടസ്സമായാലും മറ്റ് ഏത് കാര്യങ്ങളായാലും വിവാഹം, മുഹൂർത്തം, പൊരുത്തം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.